പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയത്ത് ആ പ്രശ്നത്തിൻ്റെ തോത് കുറച്ചായിരിക്കും ഉണ്ടാവുക നിമിഷം. പക്ഷെ പലപ്പോഴും പ്രശ്നം കഴിയുമ്പോൾ, പ്രയാസങ്ങൾ നമ്മുടെ മനസ്സിൽ തട്ടിക്കഴിയുമ്പോൾ ആ ചിന്തകളിലൂടെ നമ്മളിങ്ങനെ പോകും. അനാവശ്യമായ ചിന്തകൾ നമ്മളുടെ മനസ്സിൽ സമാനമായ ചിന്തകളെ കൊണ്ട് നിറയ്ക്കും. ഇതാണ് സമാന ചിന്തകൾ ആകർഷിക്കപ്പെടുമെന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രയാസം ഉണ്ടായിക്കഴിയുമ്പോൾ നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് അത് കൂടുതൽ കൂടുതൽ നമ്മെ ബാധിക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ ആ പ്രയാസത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല മാർഗം. പകരം നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിലേക്ക് മാത്രം നിങ്ങളുടെ ചിന്തയെ കൊടുത്തു കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് ചിന്ത പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിയുന്നതാണ്. എല്ലാ പ്രയാസങ്ങളും കഴിഞ്ഞിട്ട്, എല്ലാ പ്രശ്നങ്ങളും തീർന്നിട്ട് സന്തോഷിക്കാൻ ആർക്കും സാധിക്കുകയില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ജീവിതത്തിലേക്ക് വേണ്ട കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കുക. ഒന്ന് പ്രപഞ്ചത്തിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി, അതായത് നമ്മളുടെ വീടിൻ്റെ മുറ്റത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി, ആകാശത്തേക്കൊക്കെ ഒന്ന് നോക്കി, പക്ഷികളുടെ ശബ്ദങ്ങളൊക്കെ കേട്ട്, കാറ്റ് അടിക്കുമ്പോൾ മരങ്ങൾ ഇലകളൊക്കെ ഒന്ന് ഇളകുന്നത് ഒന്ന് അല്പനേരം ശ്രദ്ധിച്ചിരിക്കുമ്പോൾ തന്നെ മനസ്സിന് ഒരു സന്തോഷവും സമാധാനവും ഫീൽ ചെയ്യാൻ സാധിക്കും. ഇതാണ് യഥാർത്ഥത്തിൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മളെപ്പോഴും കരുതും എൻ്റെ ലൈഫിൽ എല്ലാ പ്രശ്നങ്ങളും അടങ്ങിയിട്ട് എൻ്റെ ജീവിതത്തിന് അർത്ഥമുണ്ടായ ശേഷം സന്തോഷിക്കാൻ ആർക്കും സാധിക്കുകയില്ല. യാഥാർത്ഥ്യത്തെ നമ്മൾ തിരിച്ചറിയണം. അതിനനുസരിച്ച് നമ്മുടെ ജീവിതം മാറ്റിയാൽ ജീവിതം വളരെ സന്തോഷകരമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും.